വാഗ്ദാനത്തോടുകൂടി പുത്രകൽപ്പനയാകുന്നു. ആഹാ
സുവിശേഷം വായിക്കുകയാണ്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. പ്രഖ്യാപനമായ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ ശുദ്ധമുള്ള ഏവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന പ്രഖ്യാപകനായ ശുദ്ധമുള്ള മത്തായിയായ എഴുതിയ രക്ഷാസുവിശേഷത്തിൽ നിന്ന് നമ്മുടെ നാട്ടിലും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായുടെ മനുഷ്യവ്യാപാരകാലങ്ങളിൽ ഇവ ഇപ്രകാരം സംഭവിച്ചു. അതായത് യഹൂദിന്റെ അതിർത്തിയിലെത്തി ജനസമൂഹങ്ങളെ അവിടെ വെച്ച് താനവരെ സൗഖ്യമാക്കുകയും ചെയ്തു. തിരിച്ചുവിടുവാനായുണ്ടോ എന്ന് ചോദിച്ചു. യേശു അവരോട് ഇപ്രകാരം കൽപ്പിച്ചു: ആദിയിലവരും അറിഞ്ഞവൻ ആണ് പെണ്ണുമായി മനുഷ്യനെ സൃഷ്ടിച്ചിരുന്നതുമായതുകൊണ്ട് പുരുഷൻ പിതാവിനെയും മാതാവിനെയും വേർപെട്ട് ഭാര്യയോട് ചേരുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചുവെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. അവർ യേശുദാനോട് പ്രകാരം മോചനത്തിന്റെ പത്രം കൊടുത്തുകൊണ്ട് യേശുവിടുവാൻ മോശ കൽപ്പിച്ചത് എന്തെന്ന് ചോദിച്ചു. നിങ്ങളുടെ ഹൃദയ കാഠിന്യം നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദിയിൽ അങ്ങനെയായിരുന്നില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, വ്യഭിചാര കുറ്റം കൊണ്ടല്ലാതെ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാണ്. ഉപേക്ഷിക്കപ്പെട്ടവൾ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നതും വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ യേശുദാനോട് ഭാര്യാഭർത്താക്കന്മാരുടെ പരസ്പരസ്തുതി ഈ വിധം വേണ്ടി വിവാഹം ചെയ്യുന്നത് നല്ലതല്ലോ എന്ന് പറഞ്ഞു. യേശുദാൻ കൽപ്പിച്ചു: വരം ലഭിച്ചവനല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ജന്മനാ ഷണ്ഡന്മാരായിട്ടുള്ളവരുണ്ട്, മനുഷ്യരാൽ ഷണ്ഡന്മാരാക്കപ്പെടുന്നവരുമുണ്ട്. സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ സ്വർഗരാജ്യ നിമിത്തം ബ്രഹ്മചര്യവ്രതം സ്വീകരിച്ചവരുമുണ്ട്. ശക്തനാകുവാൻ കഴിയുന്നവൻ ശക്തനാകട്ടെ എന്ന് താൻ കൽപ്പിച്ച് അരുളി ചെയ്തു. ഭാഗ്യമോ നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഉണ്ടായിരിക്കട്ടെ. ഒന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും വിശുദ്ധിയുള്ളതുമായ നാമത്തിൽ ഈ കിരീടങ്ങളും വഹിക്കപ്പെടുന്ന ദിവസങ്ങളിലും ആശീർവദിക്കപ്പെട്ട് പൂർണ്ണമാകപ്പെട്ടിരിക്കുന്നു.
വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്നവർ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തികളിലും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കുക എന്ന് ഉറപ്പായി ഇവരോട് കൽപ്പിക്കുകയും ചെയ്യുക എന്നൊരു പാരമ്പര്യം നമുക്കുണ്ട്. ഇത് പരിശുദ്ധന്മാരായ പിതാക്കന്മാരിൽ നാം പ്രാപിച്ചിട്ടുള്ളത് ബഹുമാന്യരായ നമ്മുടെ പൂർവികന്മാർ നമ്മെ പരമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സിംഹാസനമായ ദൈവമേശയുടെയും ശ്രീകായുടെയും വെടിപ്പുള്ളവരുടെയും ഈ ജനക്കൂട്ടത്തിന്റെയും മുൻപാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിപ്പി. ഹൃദയവിചാരങ്ങൾ അറിയുന്നവരുടെ സന്നിധിയിലാകുന്നു, അറിയാത്തവന്റെ മുൻപാകെയല്ല നിങ്ങൾ നിൽക്കുന്നത്. കണ്ടാലും ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം പരമേൽപ്പിക്കുന്നു. എനിക്കും നിങ്ങൾക്കും ഇടയിൽ ദൈവതമ്പുരാനെ മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞാൻ നിരപരാധിയായിരിക്കും. മേൽപ്പട്ടക്കാരനിലും പട്ടക്കാരിലും ഷർമാശന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാടിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധിയായി ആവശ്യിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജനനിയുമാകുന്ന വിശുദ്ധ പറയാവുകയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകളായിരിക്കും
വിശുദ്ധന്മാരുടെ പ്രാർത്ഥനകളാൽ കർത്താവേ ശിശുഹായ വളർത്തുകയും എന്നും എന്നേക്കും നിങ്ങളിൽ ആവസിക്കുകയും ചെയ്യുമാറാകട്ടെ. വിശ്വാസികളെ, ഈ കൽപ്പന നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ടാവുന്ന അറിവുകൊള്ളുകയും നിങ്ങളിൽ ഓരോരുത്തരും ഓരോരു ഭാര്യയോട് ബന്ധമൊക്കെ ന്യായീകരിക്കണമെന്ന് നല്ലോണം ശ്രദ്ധിക്കുകയും ഭാര്യ സ്വന്തം ആളുകളെ വിടഞ്ഞ് ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവരായിരിക്കുകയും ചെയ്യണം. ഭർത്താവ് വസ്ത്രക്ഷാമം ഉണ്ടായിരുന്നാലും ഭാര്യയ്ക്ക് ഭരിക്കുവാൻ നൽകണം. സ്വന്തം പ്രാണനെ പോലെ ഭാര്യ ഭർത്താവിനോട് വർത്തിക്കണം. ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് താഴ്ന്നിരുന്നാലും ഭാര്യയെ കുടിക്കുവാൻ നൽകണം. ഭാര്യ ന്യായമായ പ്രകാരം ഭർത്താവിന്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടുള്ളതാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഭാര്യ ഭർത്താവിനോട് വർത്തിക്കണം. നമ്മുടെ കർത്താവെ ശിക്ഷയായ കൃപ ഞങ്ങളിൽ നിങ്ങളിൽ എന്നേക്കും ഉണ്ടായിരിക്കുവാൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ വിവാഹാശയിൽ ഞങ്ങളോട് കൂടെ സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങൾക്ക് വിശ്വാസികളായ നിങ്ങളെ വാങ്ങിപ്പോയവർക്കും ആശ്വാസം നൽകുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരുമായുള്ളവരെ ബലഹീനങ്ങളും കുറവുള്ളതുമായ അടിയങ്ങളുടെ നമസ്കാരങ്ങളും അവിടുത്തെ സ്വർഗീയ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമായ ആത്മവിശ്വാസമേ ഇവിടെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഭക്ഷണവും ക്രമീകരിച്ചിരിക്കുന്നത്. അതും വൈകാതെ അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മിക്കുന്നു. ഈ ശുശ്രൂഷയിൽ ആദ്യമുള്ളത് ഞങ്ങളോടൊന്ന് സഹകരിക്കും ദൈവം അറിയിച്ചുകൊണ്ട് ദൈവം ഈ പുതിയ കുടുംബത്തിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും
പരിശുദ്ധ ആലയത്തിൽ ബലിപീഠം സാക്ഷിയാ നിൻ സുതരിൽ നമ്രശിരസിൽ മുദ്ര നൽകും സംഗമം മഹാസംഗമം കിരീട മഹാധാരണം യഹോവയിൻ കനിവിൽ അരുളാം കൃപാമംഗളം മംഗളം നേർന്നിടാം മംഗളം നേർന്നിടാം മംഗളം നേർന്നിടാം മംഗളം നേർന്നിടാം മംഗളം നേർന്നിടാം മംഗളം നേർന്നിടാം നിന്നായുസിൻ നാളിലെന്നുമേ സഖിയാകുവാൻ വന്ന ഭാഗ്യമേ നിന്നായുസിൻ നാളിലെന്നുമേ തുണയാകുവാൻ വന്ന പ്രാണനെ നീ നീസാൻ പൂവൂ നീ പനിനീർ സുഗന്ധമോ പരിശുദ്ധ ആലയത്തിൽ ബലിപീഠം സാക്ഷിയായി നിൻ സുതരിൽ നമ്രശിരസിൽ മുദ്ര നൽകും സംഗമം പാവനമാം മംഗല്യം സ്രഷ്ടാവിൻ സമ്മാനം ഐശ്വര്യ സമ്പൂർണമാ മാധുര്യ സ്വപ്നങ്ങൾ പൂവണിയും ഫലമാകും സൗഭാഗ്യകാലങ്ങൾ നാഥൻ നൽകിയിടും അണിയിപ്പിൻ പ്രിയരേ ഈ സുഗന്ധഹാരങ്ങൾ ഹൃദയങ്ങൾ കൈമാറും പൂവിൻ ചെണ്ടുകൾ വരമേകുമീശ്വരൻ ശുഭകാലമേകിടും എന്നായുസിന്നാളിലെന്നുമേ സഖിയാകുവാൻ വന്ന ഭാഗ്യമേ എന്നായുസിന്നാളിലെന്നുമേ തുണയാകുവാൻ വന്ന പ്രാണനെ നീ നീസാൻ പൂ നീ പനിനീർ സുഗന്ധമോ പരിശുദ്ധ ആലയത്തിൽ ബലിപീഠം സാക്ഷിയായി നിൻ സുതരിൽ നമ്രശിരസിൽ മുദ്ര നൽകും സംഗമം വിനയത്തിനാഭരണം അണിയുമ്പോൾ സുന്ദരിയായി മാറുന്നു മണവാട്ടി നീ വിശ്വാസതീവ്രതയിൽ അന്യോന്യം പങ്കിടുകിൽ സന്തോഷ സുദിനങ്ങൾ നാഥൻ നൽകിയിടും ആനന്ദം നിറയുന്നൊരു ഭവനം വാഴുവാൻ ആഹ്ലാദത്തിരയിൽ തിരുസ്നേഹം പങ്കിടാൻ സ്വയമേകി വാഴ്ത്തുവിൻ കരുണാർദ്രനീശനെ എന്നായുസിന്നാളിലെന്നുമേ സഖിയാകുവാൻ വന്ന ഭാഗ്യമേ എന്നായുസിന്നാളിലെന്നുമേ തുണയാകുവാൻ വന്ന പ്രാണനെ നീ നീസാൻ പൂ നീ പനിനീർ സുഗന്ധമോ പരിശുദ്ധ ആലയത്തിൽ ബലിപീഠം സാക്ഷിയായി നിൻ സുതരിൽ നമ്രശിരസിൽ മുദ്ര നൽകും സംഗമം മഹാസംഗമം കിരീട മഹാധാരണം യഹോവയിൻ കനിവിൽ അരുളാം കൃപാമംഗളം മംഗളം നേർന്നിടാം മംഗളം നേർന്നിടാം മംഗളം നേർന്നിടാം മംഗളം നേർന്നിടാം മംഗളം നേർന്നിടാം മംഗളം നേർന്നിടാം
എന്നായുസിൻ നാളിലെന്നുമേ സഖിയാകുവാൻ വന്ന ഭാഗ്യമേ, എന്നായുസിൻ നാളിലെന്നുമേ തുണയാകുവാൻ വന്ന പ്രാണനെ, നീ നീസാൻ പൂ, നീ പനിനീർ സുഗന്ധമോ, നീ നീസാൻ പൂ, നീ പനിനീർ സുഗന്ധമോ, നീ നീസാൻ പൂ, നീ പനിനീർ സുഗന്ധമോ. ഒരു കോടി മംഗളം വരമരുളി മകരന്ദ ബിന്ദുവായി പ്രിയ നിമിഷം, ഒരു 100 പൊൻതിരി കണി വിളക്കായി ഒരു സൂര്യമാനസം കളമെഴുതി, ഒരു സ്നേഹസാഗരം തിരയിളകി മധുരോപഹാരമായി സ്വരമൊഴുകി, ഇത് പുണ്യമുണർന്ന സുവർണ ദിനം. ഒരു കോടി മംഗളം വരമരുളി മകരന്ദ ബിന്ദുവായി പ്രിയ നിമിഷം. സ്വപ്നമുണർന്ന സുവർണ ദിനം. ഒരു കോടി മംഗളം വരമരുളി മകരന്ദ ബിന്ദുവാ പ്രിയ നിമിഷം. അന്നു നീ എൻ്റെ അരികിൽ വന്നു, അനുരാഗ സന്ധ്യ വിരിഞ്ഞു, മുത്തുവീണന്റെ മനം നിറഞ്ഞു, മധുചന്ദ്രലേഖ ചിരിച്ചു. ഒരു കോടി മംഗളം വരമരുളി മകരന്ദ ബിന്ദുവായി പ്രിയ നിമിഷം, ഒരു 100 പൊൻതിരി കണി വിളക്കായി ഒരു സൂര്യമാനസം കളമെഴുതി, ഒരു സ്നേഹസാഗരം തിരയിളകി മധുരോപഹാരമായി സ്വരമൊഴുകി, ഇത് പുണ്യമുണർന്ന സുവർണ ദിനം. ഒരു കോടി മംഗളം വരമരുളി മകരന്ദ ബിന്ദുവായി പ്രിയ നിമിഷം, ഒരു 100 പൊൻതിരി കണി വിളക്കായി ഒരു സൂര്യമാനസം കളമെഴുതി. മഞ്ചാടി മഴ പുഞ്ചിരി കൊഞ്ചലുകൾ, പഞ്ചാരമണി ചുണ്ടിലെ ചുംബനങ്ങൾ, എന്നോട് പറയാത്ത സ്വകാര്യങ്ങൾ.
മഞ്ചാടി മഴ പുഞ്ചിരി കൊഞ്ചലുകൾ പഞ്ചാരമണി ചുണ്ടിലെ ചുംബനങ്ങൾ എന്നോട് പറയാത്ത സ്വകാര്യങ്ങൾ പൂമുല്ലേ നിലാമുല്ലേ പൂക്കാലം വിളിക്കുന്നു വാവാ മഞ്ചാടി മഴ പുഞ്ചിരി കൊഞ്ചലുകൾ പഞ്ചാരമണി ചുണ്ടിലെ ചുംബനങ്ങൾ എന്നോട് പറയാത്ത സ്വകാര്യങ്ങൾ തെളിവാർന്നു നിൽപ്പു കടലിന്റെ മൗനം കൊതിയായതിൽ നീന്താനലമാലയായി അലിവോടെ എന്തോ പറയുന്നതാരൻ പ്രിയമാർന്ന പൂപ്പാട്ടിൻ ശ്രുതിയെന്ന പോ ഏതോ മൊഴിയഴകിൽ പൂക്കും കവിതകളോ ഞാൻ നിന്നിതൾ മിഴിയിൽ കാണും കനവുകളോ പറയാൻ മറന്നുപോയ വാക്കിലുള്ളൊരീണമായി മഞ്ചാടി മഴ പുഞ്ചിരി കൊഞ്ചലുകൾ പഞ്ചാരമണി ചുണ്ടിലെ ചുംബനങ്ങൾ എന്നോട് പറയാത്ത സ്വകാര്യങ്ങൾ അനുരാഗിമാരായി ഇരുതാരകങ്ങൾ നറുവെണ്ണിലാ പൂക്കൾ തിരയുന്നു ശലഭങ്ങൾ തേടും ദലമർമരങ്ങൾ സ്വരമാർന്നു മൂളുന്നു ലയലോലമായി ഓരോ നിമിഷവുമെൻ പ്രേമം സുരഭിലമായി ഓരോ നിമിഷവുമിൻ പ്രേമം സുമധുരമായി അരികെ അലിഞ്ഞു പെയ്ത മഞ്ഞു തുള്ളിയായി മനം മഞ്ചാടി മഴ പുഞ്ചിരി കൊഞ്ചലുകൾ പഞ്ചാരമണി ചുണ്ടിലെ ചുംബനങ്ങൾ എന്നോട് പറയാത്ത സ്വകാര്യങ്ങൾ പൂമുല്ലേ നിലാമുല്ലേ പൂക്കാലം വിളിക്കുന്നു വാവാ ലാ 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 പാലപ്പൂവിതളിൽ വെണ്ണിലാപ്പുഴയിൽ ലാസ്യമാർന്നണയും സുരഭിരാത്രി അനുരാഗികളാ തരുശാഖകളിൽ ശ്രുതി പോൽ പൊഴിയും
പാലപ്പൂവിതളിൽ വെണ്ണിലാ പുഴയിൽ ലാസ്യമാർന്നണയും സുരഭി രാത്രി. മകരമഞ്ഞു പെയ്തു തരളമാം കറുക നാം പുണർന്നു. പ്രണയമാം പിറാവേ എവിടെ നീ കനവ് പോൽ മറഞ്ഞു. അത്തിക്കൊമ്പിലൊരു മൺകൂടു തരാം, അത്തം പാടാവാനം നിനക്കു തരാം. കുറുകൂക്കാതിൽ തേനൂലും മൊഴികൾ പാലപ്പൂവിതളിൽ വെണ്ണിലാ പുഴയിൽ ലാസ്യമാർന്നണയും സുരഭി രാത്രി. വഴിമരങ്ങളെല്ലാം ഏതോ മഴ നനഞ്ഞു നിന്നു. ഇലകളോ നിലാവിൻ ചുമലിൽ പതിയെ ചാഞ്ഞുറങ്ങി. നൃത്തം വയ്ക്കും നക്ഷത്രത്തരികളിതാ തത്തി തത്തി കളിപ്പൊന്നിഴിയിൽ. പകരൂ നെഞ്ചിൽ നനവോലും നിൻ മൊഴികൾ. പാലപ്പൂവിതളിൽ വെണ്ണിലാ പുഴയിൽ ലാസ്യമാർന്നണയും സുരഭി രാത്രി. അനുരാഗികളാ തരുശാഖകളിൽ ശ്രുതി പോൽ പൊഴിയും എന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എന്നെ കൈകളിൽ താങ്ങിടുന്ന സ്നേഹം, എന്നെ തോളിലേറ്റും താരാട്ടു പാടും മെല്ലെ ചാഞ്ചക്കമാട്ടുന്ന സ്നേഹം. ആ സ്നേഹം, ആ സ്നേഹം, ആ ദിവ്യ സ്നേഹമാണ് ദൈവം. എന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എന്നെ കൈകളിൽ താങ്ങിടുന്ന സ്നേഹം, എന്നെ തോളിലേറ്റും താരാട്ടു പാടും മെല്ലെ ചാഞ്ചക്കമാട്ടുന്ന സ്നേഹം. ആ സ്നേഹം, ആ സ്നേഹം, ആ ദിവ്യ സ്നേഹമാണ് ദൈവം. എന്റെ കഷ്ടതകൾ നീക്കിടുന്ന സ്നേഹം, എന്റെ ദുഃഖ
ദുഃഖങ്ങൾ ഏറ്റുവാങ്ങും സ്നേഹം, എൻ്റെ കഷ്ടതകൾ നീക്കിടുന്ന സ്നേഹം, എൻ്റെ ദുഃഖങ്ങൾ ഏറ്റുവാങ്ങും സ്നേഹം, എൻ്റെ മുറിവുകളിൽ ആശ്വാസമേകി എൻ്റെ മിഴിനീരുമായ്ക്കുന്ന സ്നേഹം, ആ സ്നേഹം, ആ സ്നേഹം, ആ ദിവ്യ സ്നേഹമാണ് ദൈവം. എൻ്റെ പാപങ്ങൾ നീക്കിടുന്ന സ്നേഹം, എൻ്റെ ഭാരങ്ങൾ താങ്ങിടുന്ന സ്നേഹം, എൻ്റെ പാപങ്ങൾ നീക്കിടുന്ന സ്നേഹം, എൻ്റെ ഭാരങ്ങൾ താങ്ങിടുന്ന സ്നേഹം, എൻ്റെ ആത്മാവിലാമോദമേകി എന്നെ മാറോടു ചേർക്കുന്ന സ്നേഹം, ആ സ്നേഹം, ആ സ്നേഹം, ആ ദിവ്യ സ്നേഹമാണ് ദൈവം. എന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എന്നെ കൈകളിൽ താങ്ങിടുന്ന സ്നേഹം, എന്നെ തോളിലേറ്റും താരാട്ടു പാടും മെല്ലെ ചാഞ്ചക്കമാട്ടുന്ന സ്നേഹം, ആ സ്നേഹം, ആ സ്നേഹം, ആ ദിവ്യ സ്നേഹമാണ് ദൈവം. നല്ലവനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ വലിയ സ്നേഹത്തിനും കരുതലിനുമായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെക്കാൾ ഉപരി ഞങ്ങൾക്ക് വേണ്ടി കരുതുകയും വിചാരപ്പെടുകയും ഞങ്ങളെ അനുഗ്രഹിച്ച് വഴി നടത്തുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിനായി ഞങ്ങൾ നന്ദി പകരുന്നു. പ്രത്യേകാൽ ഈ വാത്സല്യ കുടുംബത്തിൽ പ്രിയ പ്രായമുള്ള പിതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയതമാച്ചാനായി സ്തോത്രം, കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. മകന് വേണ്ടി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വിവാഹത്തിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. തക്ക സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനുള്ള ആലോചനയുടെ തുടക്കമിട്ടു. ഇരു ഭവനങ്ങളും തമ്മിൽ ഒരുമിച്ച് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുവാൻ അവസരമൊരുക്കി. ഇന്ന് പകൽ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിശുദ്ധ വിവാഹം ഏറ്റവും അനുഗ്രഹമായി നടക്കുവാൻ സ്വർഗം കൃപ ചെയ്തതിനാൽ സ്തോത്രത്തിലേക്ക് കടന്നു വരുവാനിടയായി. പ്രിയ കർത്താവെ, പ്രിയ മകനുമായി ഒരുമിച്ച് പ്രിയ കുഞ്ഞുങ്ങളുമായി കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന ഈ സമയം അങ്ങയുടെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ തുടർന്നുള്ള യാത്രയിൽ കൂടെ ഇരിക്കണമേ. വിശേഷാൽ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ കർത്താവ് വരാൻ താമസിച്ചാൽ അവർക്ക് ആയുസ്സും ആരോഗ്യവും ഉയർച്ചയും നന്മയും കർത്താവെ തലമുറകളെയൊക്കെ നൽകി അവരെ മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ഒന്നിച്ച് ബന്ധുക്കാരായിരിക്കുമ്പോൾ കർത്താവെ ഇരു ഭവനങ്ങൾക്കും അത് അനുഗ്രഹമായിരിക്കാൻ ഇടയാക്കണമേ. നിന്റെ മക്കൾ കടന്നു ചെല്ലുന്ന ദേശത്ത് സഭയ്ക്ക് കുടുംബങ്ങൾക്കൊക്കെ അവരനുഗ്രഹമായി തീരുവാനൊക്കെ വേണം. ദൈവത്തിന്റെ വലിയ കൃപ അവരുടെ മേൽ ചൊരിയുന്നതിനായി സ്തോത്രം. ഇപ്പോൾ ഞങ്ങൾ കടന്നു പോകുന്നു. ഇത്രത്തോളം ഞങ്ങളോട് കൂടെ ഇരുന്നു സകല വിഷയത്തിലും നിന്റെ സാന്നിധ്യം പകർന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു.
തുടർന്നും നിന്റെ സഹായം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ എല്ലാ വഴിയിലും നിന്റെ ആലോചന പ്രകാരം നടക്കുവാൻ കൃപ ചെയ്യണം. ഈ ഭവനത്തെയും തലവണക്കപ്പെട്ട എല്ലാവരെയും അവിടുത്തെ പരിശുദ്ധ നാമത്തിൽ ഒരിക്കൽ കൂടെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. കൃപ കൂടെ ഇരിക്കും വരവിനായിട്ടൊരുക്കും. യേശു കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന പിതാവേ, ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളുമാറാകണമേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ, സഹവാസം നാം ഇവരോടും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച പ്രിയ കുഞ്ഞുങ്ങളോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.